മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നാലല്ലേ പൗരത്വ ബിൽ നടപ്പിലാക്കൂ എന്ന് PMA സലാം. അതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ അണിചേരണമെന്ന് ലീഗ് ആഹ്വാനം ചെയ്യുന്നതെന്നും സലാം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വർഗീയത ആളിക്കത്തിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതെന്നും സലാം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും BJPക്ക് ഇത് പതിവാണ്. വർഗീയത ആളിക്കത്തിക്കുന്ന പ്രസ്താവനകൾ നടത്തി കലാപമുണ്ടാക്കി ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസത്തെ പൗരത്വ ബിൽ പ്രസ്താവന ഇതിന്റെ ഭാഗമാണെന്നും സലാം കോട്ടക്കലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BJP നടത്തുന്ന കളികളാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയുള്ളൂ. അവർക്ക് വോട്ട് നേടണം. അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം. അതിന് വർഗീയത ആളിക്കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും. വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് BJP പോകും. അതിന്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതിൻ്റെയൊക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക, പ്രക്ഷോഭം നടത്തുക, കുഴപ്പമുണ്ടാവുക. അങ്ങനെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൺസോൾട്ടേഷൻ, ജാതീയ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വലയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും. പൗരത്വ ബിൽ നടപ്പിലാക്കണമെങ്കിൽ BJP വീണ്ടും അധികാരത്തിൽ വരേണ്ടതെന്നും സലാം ചോദിച്ചു. BJPയെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനാണ് ഇന്ത്യ മുന്നണിയിൽ അണിചേരാൻ ലീഗ് ആഹ്വാനം ചെയ്യുന്നതെന്നും സലാം കൂട്ടിച്ചേർത്തു. NDA മുന്നണിയെ പരാജയപ്പെടുത്തണം, ഒരുമിച്ച് നിൽക്കണം എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. പക്ഷെ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഭിന്നിച്ചു പോകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഇനി BJP തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇന്ത്യ മുന്നണിയിൽ തന്നെ ഐക്യമില്ലാതെ പലരും ഭിന്നിച്ചു പോയി കഴിഞ്ഞു. അതുകൊണ്ട് സാറില്ല, എന്നാലും ഭൂരിപക്ഷം കിട്ടും. ഈ ഭിന്നിപ്പ് മനസ്സിലാക്കിയ ജനങ്ങൾ അവർക്കെതിരായി പ്രതികരിക്കും. കേരളയിൽ വരും എന്ന് പറയുന്നത് പോലെയല്ല പൗരത്വ ഭേദഗതി ബിൽ എന്തായാലും വന്നിരിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു PMA സലാം. ലക്ഷ്യം തെരഞ്ഞെടുപ്പാണെന്നും കലാപമുണ്ടാക്കി വോട്ട് നേടലാണെന്നും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ അവരെ പരാജയപ്പെടുത്താമെന്നും സലാം പറഞ്ഞു.